ഓണം വന്നിങ്ങ് എത്തിയല്ലോ. അപ്പോൾ നമുക്ക് സദ്യയോടൊപ്പം ഒരു വിഭവം കൂടെ ഉണ്ടാക്കിയാലോ? വേറെ ഒന്നുമില്ല, ഇതാ നല്ല ഫ്രഷ് ചെമ്മീൻ ഇവിടെ മസാലയൊക്കെ പെരക്കി വെച്ചിട്ടുണ്ട്. ഈ മസാല കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട, ഇതിൽ ഞാൻ അരിപ്പൊടിയും കോൺഫ്ലവറും അതുപോലെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയും പെരിഞ്ചീരകവും ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഇതാ പൊരിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് മസാല ആക്കിയെടുക്കാം. ഇപ്പോൾ കാര്യം പിടിയിട്ടല്ലോ, ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഞാനങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, പെരിഞ്ചീരകമൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് നല്ല വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ പൊടികളും ഇട്ട് കൊടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് മീനാണ് ചെമ്മീൻ, അതുകൊണ്ട് തന്നെ എനിക്കത് കുറച്ച് അടിപൊളിയാക്കി വെക്കാൻ തന്നെ ഇഷ്ടമാണ്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒക്കെ കൂടെ ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ റോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ സദ്യേൻ്റെ ഒപ്പം അടിപൊളിയായിട്ട് കഴിക്കാം. നോൺ വെജ് വേണമെന്ന് എനിക്ക് ഒരിത്തിരി നിർബന്ധം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചെമ്മീനും കിട്ടി. അങ്ങനെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ കറിവേപ്പില ആദ്യം ഇട്ടിരുന്നു, അതുകൊണ്ട് തന്നെ ഇനി ഇടുന്നില്ല. മല്ലിയിലൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതും ഇടുന്നില്ല. അങ്ങനെ നമ്മൾ റോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സദ്യയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇലയിലല്ല കഴിക്കുന്നത്, പ്ലേറ്റിലാണ്. ഇനി നമുക്ക് ഇതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് വേറെ പ്ലേറ്റിൽ തന്നെ ഞാൻ എടുക്കും. അപ്പോൾ ഇത് നമ്മൾ സദ്യയൊക്കെ സെറ്റ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.